സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്ന 13-കാരിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച യുവാവിനെ വാഹനത്തിൽ പിന്തുടർന്ന് പിടികൂടാൻ ശ്രമിക്കുകയും പ്രതിയെക്കുറിച്ച് നിർണായകമായ വിവരങ്ങൾ നൽകുകയും ചെയ്ത ഹരിതകർമ്മസേനയിലെ സ്ത്രീകൾക്ക് പോലീസ് സേനയുടെ ആദരവും അഭിനന്ദനവും. നൂർനാട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളായ മഞ്ജു, ഷാലി എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം നൂർനാട് പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ നൂർനാട് SHO എസ് ശ്രീകുമാർ ആദരിച്ചത്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്ന 13-കാരിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച യുവാവിനെ വാഹനത്തിൽ പിന്തുടർന്ന് പിടികൂടാൻ ശ്രമിക്കുകയും പ്രതിയെക്കുറിച്ച് നിർണായക വിവരങ്ങൾ നൽകുകയും ചെയ്ത ഹരിതകർമ്മസേനയിലെ സ്ത്രീകൾക്ക് പോലീസ് സേനയുടെ ആദരവും അഭിനന്ദനവും. നൂർനാട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളായ മഞ്ജു, ഷാലി എന്നിവരെയാണ് നൂർനാട് പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ നൂർനാട് SHO ശ്രീകുമാർ ആദരിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥരായ S നിതീഷ്, ഗോപാലകൃഷ്ണൻ, സിനു വർഗീസ് എന്നിവർ അഭിനന്ദന പ്രസംഗം നടത്തി. ഞാൻ മൂന്നാമത്തെ ദിവസം ഇവിടെ വന്നപ്പോഴാണ് കുഞ്ഞിന്റെ മുഖം കാണുന്നത്. അവിടെ കരച്ചിട്ട് മാത്രമേ അറിയത്തില്ല, ആരെ അറിയത്തില്ല. ഇവിടെ വീടിന്റെ അടുത്തുള്ള, പക്ഷെ എനിക്കറിയത്തില്ല, നമുക്കും അറിയത്തില്ല. അവിടെ വിളിച്ചു പോയിക്കൊണ്ട് ഓടി വന്നപ്പോൾ ഉള്ള ഒരു ഇതുകൊണ്ട് പോയതാണ്. പിടിക്കാമെന്ന് ഞാൻ മോനെ വീട്ടിൽ പോക്കോ, അവരെ പിടിച്ചോണ്ട് വരാമെന്നും പറഞ്ഞാൽ ഞങ്ങൾ അവരുടെ പുറകിൽ എങ്ങനെ പിടിക്കുമെന്ന് പറഞ്ഞു. അന്നേരം ആലോചിച്ചു. 3 ആഴ്ച മുമ്പ് വൈകിട്ട് മഴ സമയത്ത് നൂർനാട് സമീപമുള്ള റോഡിൽ വെച്ചായിരുന്നു ക്രിമിനൽ പശ്ചാത്തലമുള്ള യുവാവ് നഗ്നത പ്രദർശിപ്പിച്ച ശേഷം വിദ്യാർത്ഥിനിയെ സമീപത്തെ ആളൊഴിഞ്ഞ വീട്ടിലേക്ക് കയറ്റി ഉപദ്രവിക്കുവാൻ ശ്രമിച്ചത്. നൂർനാട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ വാഹനം ഓടിക്കുന്ന മഞ്ജുവും ഷാലിയും ഈ സമയം ഇതുവഴി എത്തിയതുകൊണ്ട് മാത്രമാണ് പെൺകുട്ടിയെ ഇയാളിൽ നിന്നും രക്ഷിക്കാനായത്. സ്ഥലത്തു നിന്നും സ്കൂട്ടറിൽ രക്ഷപ്പെട്ട പ്രതിയെ മഞ്ജു സ്കൂട്ടറിലും ഷാലി സഞ്ചരിച്ചിരുന്ന ഹരിതകർമ്മസേനയുടെ ഓട്ടോറിക്ഷയിലും പിന്തുടർന്നു. പറയംകുളം ജംഗ്ഷനിൽ സ്കൂട്ടർ ഒതുക്കിയ ഇയാളെ മഞ്ജു പിടിച്ചു നിർത്തിയെങ്കിലും മഞ്ജുവിനെ തള്ളിയിട്ട് അയാൾ സ്കൂട്ടർ ഓടിച്ചു പോവുകയായിരുന്നു. താഴെ വീണ മഞ്ജുവിന് ചെറിയ പരിക്കുകളും ഏറ്റു. ഒട്ടും തന്നെ പതറാതെ ഷാലി ഓട്ടോറിക്ഷയിൽ പിന്തുടർന്നു. പാറ ജംഗ്ഷൻ പിന്നിട്ട് പടനിലം ജംഗ്ഷനിലെത്തിയപ്പോഴേക്കും ബാറ്ററി ചാർജ് തീർന്ന് ഓട്ടോറിക്ഷ നിന്നതോടെ ഷാലി നിരാശയോടെ മടങ്ങി. ഇവർ നൽകിയ സൂചനകളിൽ നിന്നും CCTV ക്യാമറകൾ ദൃശ്യങ്ങൾ പരിശോധിച്ച് മുങ്ങി നടന്ന പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു. പിന്നീട് വിദ്യാർത്ഥിനിയെ രക്ഷിക്കുകയും പ്രതിയെ പിന്തുടരാൻ അസാമാന്യ ധൈര്യം കാട്ടുകയും ചെയ്യുന്ന ഇവർ നാടിന് മാതൃകയാണെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.